Good morning, students. Now we'll discuss about rectifiers. Okay. Okay. What is rectifier? First of all, we'll discuss about what is rectifier, what are the types, and all. Rectifier are the circuit. It is an electronic circuit actually. നമ്മളെ എന്താ പറയുക നമ്മുടെ ഡെയിലി യൂസസിൽ സപ്ലൈ ചെയ്യുന്ന അതായത് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നത് വീടുകളിലൊക്കെ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നത് എന്താണ് എ സി ആണ്, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് അല്ലേ. അപ്പം നമ്മുടെ ചില സർക്യൂട്ടിന് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ചില ഫോർ എക്സാമ്പിൾ ഒരു ചാർജറിന് അങ്ങനത്തെ സാധനത്തിനൊക്കെ നമുക്ക് അവിടെ വേണ്ടത് ഡി സി കറണ്ടാണ്. അപ്പോൾ അതായത് ഡയറക്റ്റ് കറണ്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്ന കറണ്ട് എ സി ആവുമ്പം ആ എ സിനെ ഡി സിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് അവിടെ ചാർജറിന് വേണ്ടിയിട്ടുള്ള കറണ്ട് സപ്ലൈ ചെയ്യുന്ന അല്ലെ വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഓരോ യൂസിന് നടക്കുന്ന അങ്ങനെ ഒരു സർക്യൂട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിവൈസാണ് എന്ത് റെക്ടിഫയർ. അതായത് ഓവറോൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ദറ്റ് കൺവേർട്ട്സ് എ സി ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ എന്ത് ചേഞ്ച് ചെയ്യാണ്, ഡയറക്റ്റായി കറണ്ടിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത് എ സി ടു ഡി സി. ഓക്കെ, ഒരു ഡിവൈസാണ് എന്ത് റെക്ടിഫയർ സർക്യൂട്ട്. Okay, it's an electronic device that converts AC to DC is called a rectifier circuit. Okay, ആ സർക്യൂട്ടിനെ പറയുന്ന പേരാണ് റെക്ടിഫയർ സർക്യൂട്ട്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് റെക്ടിഫിക്കേഷൻ. ഓക്കെ, പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് റെക്ടിഫിക്കേഷൻ. സോ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാവ് രണ്ട് ടൈപ്സ് ഉണ്ട്. വൺ ഇസ് ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. And this full wave rectifier is divided into two. It has two types. One is center tap full wave rectifier and second one is bridge rectifier. Bridge rectifier നോട് നിങ്ങൾ ചിലപ്പം ഫെമിലിയർ ആയിരിക്കും. We had studied in +2. Now we'll discuss. ഇനി നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയർ എന്താ, ഫുൾ വേവ് റെക്ടിഫയർ എന്താന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനു മുന്നേ നമുക്ക് എഫിഷ്യൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ ഒരു റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ഡി സി വോൾട്ടേജ്. ഔട്ട്പുട്ടിൽ എന്തായിരിക്കും, നമ്മൾ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും, ഡി സി ആയിരിക്കും. സോ ഔട്ട്പുട്ട് ഡി സി പവർ ഓർ ദ വോൾട്ടേജ് ടു ഇൻപുട്ട് എ സി പവർ ഓർ വോൾട്ടേജ്. അതായത് നമ്മളിപ്പം എ സിനെ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്, അത് നമുക്കറിയാം. അപ്പം ഇൻപുട്ടിൽ എന്തായിരിക്കും ഉണ്ടാവുക, എ സി ആയിരിക്കും ഉണ്ടാവുക. ഔട്ട്പുട്ടിൽ എന്തായിരിക്കും ഉണ്ടാവുക, ഡി സി ആയിരിക്കും. സോ ഒരു റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഔട്ട്പുട്ട് ഡി സി പവർ ബൈ ഇൻപുട്ട് എ സി പവർ. ഓക്കെ, ഈ എഫിഷ്യൻസി എന്തിനാന്ന് വെച്ചാൽ അത് മെയിനായിട്ട് ഇറ്റ് ഷോസ് എ പെർസെൻറ്റേജ് ഓഫ് ഇൻപുട്ട് എ സി ദാറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഡി സി. അതായത് എത്രത്തോളം പെർസെൻറ്റേജ് എ സിയിൽ നിന്നും ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു പെർസെൻറ്റേജ് കണക്ക് നമുക്ക് ഈ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള കൂടെ അറിയാൻ പറ്റും. അതായത് എത്രത്തോളം എഫിഷ്യൻസി ഉണ്ടോ അത്രത്തോളം ആയിരിക്കും എന്ത് നമ്മൾ ഇൻപുട്ട് എ സിയിൽ നിന്നും ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്ത എമൗണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഉണ്ടാവും ഡി സി പവർ. Okay, efficiency കൂടുന്തോറും നമ്മൾ ആ DC പവർ എന്തായിരിക്കും കൂടുകയാണ് ചെയ്യുക.
Okay, greater the efficiency, the more will be the amount of DC that is converted from the input. Okay, അതായത് ദാറ്റ് വാട്ട് ഈസ് എഫിഷ്യൻസി എന്ന് ചോദിച്ചാൽ അത് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ക്വാളിറ്റി ഓഫ് റെക്ടിഫയർ. ഓക്കെ, മെഷർ ഓഫ് ക്വാളിറ്റി ഓഫ് റെക്ടിഫയർ. ഓക്കെ, അതാണ് ഒരു ഡെഫിനിഷൻ ഫോർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് 40.5% ആണ്. അതുപോലെ ഫുൾ വേവിൻ്റെ എഫിഷ്യൻസി എന്താണെന്ന് വെച്ചാൽ 81% ആണ്. അത്രയും പെർസെൻറ്റേജ് ഉണ്ട്. അതായത് ഹാഫ് വേവ് റെക്ടിഫയറിനേക്കാളും കൂടുതൽ എഫിഷ്യൻസി എന്താണ് ഫുൾ വേവ് റെക്ടിഫയർ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, എ സിയിൽ നിന്നും ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഏത് റെക്ടിഫയറാണ്, ഫുൾ വേവ് റെക്ടിഫയറാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. 81%ഉം 40%ഉം അല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വെച്ച് അത് ഡെറിവേഷൻ നോക്കുകയാണെങ്കിൽ, if we are considering a rectifier circuit, നമ്മൾ ഒരു റെക്ടിഫയർ സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ റെക്ടിഫയർ സർക്യൂട്ട് കൺസിഡർ ചെയ്യുമ്പം അവിടെ RL നമ്മൾക്ക് കൺസിഡർ ചെയ്യുകയാണ്. നമ്മൾ ലെറ്റ് RL ബി ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. നമ്മൾ RLനെ നമ്മൾ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. ആൻഡ് RF ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയിട്ടും we are considering RL be the output resistance and RF be the input resistance and IRMS be the IRMS in input AC current IDC be the output DC current. Okay, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് DC പവർ എന്തായിരിക്കും, അതായത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് DC പവർ എന്തായിരിക്കും I²DC ഇൻറ്റു RL അല്ലേ. ഔട്ട്പുട്ടിലുള്ള റെസിസ്റ്റൻസ് ഇതും. അതായത് ഇതെങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ വി നോ പവർ ഇസ് ഈക്വൽ ടു I²R അല്ലേ. പവറിൻ്റെ ഇക്വേഷൻ എന്താണ്, I²R ആണ് അല്ലേ. ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദിസ്, ഇവിടെ I² കറണ്ട് എന്താണ്, DC കറണ്ട്, ഔട്ട്പുട്ട് DC കറണ്ട് IDC ആണ്. സോ I²DC ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RL ആണ്. ഓക്കെ, ആൻഡ് നൗ ഇൻപുട്ട് AC പവർ എന്താണ്, ഇൻപുട്ട് AC പവർ എന്തായിരിക്കും, RL ഇൻറ്റു input AC power is RL plus RF into I²RMS. ഇവിടെ രണ്ട് റെസിസ്റ്റൻസും കൂടിയാണ് ഇൻപുട്ട് AC പവർ റെസിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷൻ എന്തായി മാറും, വാട്ട് ഈസ് ദ എഫിഷ്യൻസി? Efficiency is denoted like this. Efficiency is equal to RL into I²DC by RL plus RF into I²RMS. Okay, this is the equation for efficiency of a rectifier. Now we'll discuss about ripple factor. What is ripple factor? റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇവിടെ എ സിയിൽ നിന്നും ഡി സിനെ കറണ്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് എന്ത്, റെക്ടിഫയർ സർക്യൂട്ട്. അതൊരു എന്താ പറയുക, റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം
അവിടെ നമ്മൾ എ സിയിൽ നിന്നും ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യും തോറും എ സിയുടെ ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഡി സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം എ സിയിൽ നിന്നും ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഡി സി ആയാലും അവിടെ സം എമൗണ്ട് ഓഫ് എ സി കമ്പോണൻസ് ഉണ്ടാവും. സോ ആ സം എമൗണ്ട് ഓഫ് കമ്പോണൻസ് കൂടുതലുണ്ടാവും തോറും അവിടെ എന്ത് ചെയ്യും, അവിടെ എറർ അല്ലെങ്കിൽ ഡി സി എമൗണ്ട് കുറയാണ് ചെയ്യുന്നത്. സോ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ ഇടുന്നത്. അതായത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സ്ട്രെങ്ത് ഓഫ് ഔട്ട്പുട്ട് എ സി കറണ്ട്. ഓക്കെ, ഡി സി കറണ്ടിൽ നിന്നുള്ള ആ ഒരു ഡി സി ആണെങ്കിൽ കൂടെ, അതായത് എ സിയിൽ നിന്നും ഡി സിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ആ സർക്യൂട്ടിൽ സം എമൗണ്ട് ഓഫ് എ സി കമ്പോണൻ്റ് ഉണ്ട്. ഓക്കെ, സോ ദി ഇക്വേഷൻ ഫോർ റിപ്പിൾ ഫാക്ടർ ഇസ് IAC by IDC. ഓക്കെ, AC current divided by DC current. Okay, so ripple factor is defined as a ratio of IAC to IDC in the output of the rectifier. Okay, and here the AC കമ്പോണൻറ്റിനെയാണ് നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന എ സി കമ്പോണൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ് ലെറ്റ് RL be the ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. RL നമ്മൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആക്കി വെച്ചു. ആൻഡ് IRMS എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് എ സി കറണ്ടാണ്. ആൻഡ് DC എന്താണ്, ഔട്ട്പുട്ട് DC ആണ്. ആൻഡ് IAC എന്താണ്, AC component in the output. ഓക്കെ, സോ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കിപ്പം വേണ്ടത് എന്താണ്, എ സിയിലുള്ള അതേ കറണ്ട് ഡി സിയിൽ വരണം. അതായത് ഔട്ട്പുട്ട് പവർ എന്തായിരിക്കണം, ഔട്ട്പുട്ട് പവർ ഷുഡ് ബി ഈക്വൽ ടു ഇൻപുട്ട് പവർ അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. സോ നമ്മുടെ ഔട്ട്പുട്ട് പവർ എന്താണ്, ഹിയർ റെസിസ്റ്റൻസ് RL ആണ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഇൻപുട്ട് റെസിസ്റ്റൻസും നമ്മളിവിടെ RL ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ RL ഇൻറ്റു I² RMS ഇസ് ഈക്വൽ ടു ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്തൊക്കെയാണ് ഉണ്ടാവുക, I² DC, sorry, this is input resistance. RL into I² RMS is input resistance and this is output resistance, isn't it? എന്നോട് മാറിപ്പോയതാണ്. സോ I² DC പ്ലസ് I² AC ഇൻറ്റു RL അല്ലേ? അപ്പോൾ നമുക്കിവിടെ AC കമ്പോണൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ RL ക്യാൻസലായി. സോ നമുക്ക് എന്താണുള്ളത്, I² RMS is equal to I² DC plus I² AC. So therefore IAC, we can write IAC is equal to root of I² RMS minus I² DC. Just substitution ആണ്. ആൻഡ് ഇതിൽ നിന്ന് now dividing, ഡെറിവേഷൻ ആണ് കേട്ടോ. സോ ഡിവൈഡ് IDC ത്രൂ ഈ ഇക്വേഷനിൽ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡ് IDC ത്രൂ ഔട്ട് ദി ഇക്വേഷൻ, ദാറ്റ് ഈസ് IAC by IDC is equal to root of I² RMS minus I² DC by IDC. സോ ഇതിന് റൂട്ടില്ല കേട്ടോ. ഓക്കെ, ഇവിടെ വരെ ഉള്ളൂ കേട്ടോ റൂട്ട്. നൗ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്,
IAC by IDC ആണ്. So this we can write as ripple factor is equal to root of I square RMS minus I square DC by IDC. നമ്മൾക്കിതിനെ റൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ നമുക്കിതിനെ ഒരു സ്ക്വയർ കൊടുത്താൽ നമുക്ക് ഫുൾ റൂട്ട് കിട്ടില്ലേ? Okay, so I'm converting that I square RMS by I square DC minus I square DC by I square DC. So this two will be cancels out and ripple factor is equal to root of I square RMS by I square DC minus 1. Okay, this is the equation for ripple factor. Okay, that's all for today. We can discuss അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പിൾ ഫാക്ടർ, ഓക്കെ, ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ ഒക്കെ ഡിസ്കസ് ചെയ്യാം.